മുക്ത ഭാരതം എന്ന പദവി നിലനിർത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് നടത്തുന്ന പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം കണ്ടല്ലൂരിൽ നടന്നു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള 96,972 കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം ചെയ്യാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. പോളിയോ മുക്ത ഭാരതം എന്ന പദവി നിലനിർത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം കണ്ടല്ലൂരിൽ നടന്നു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഉദ്ഘാടനം. കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 2 തുള്ളി പോളിയോ ഓറൽ വാക്സിൻ കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രക്രിയ നടക്കുകയാണ്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മുന്നേറ്റമാണ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. കാരണം നൂറ്റാണ്ടുകളോളം മനുഷ്യരാശിക്ക് ഏറ്റവും ഭീഷണി ഉണ്ടായിരുന്ന പോളിയോ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായ അംഗവൈകല്യങ്ങൾ ഉണ്ടാവുകയും നിരവധി മനുഷ്യരുടെ ജീവിതത്തെ എന്നേക്കുമായി തളർത്തിയ മഹാമാരിയായിരുന്നു പോളിയോ. 1955 ജോനസ് സാൽക്കാണ് പോളിയോ വാക്സിൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് ആ സമയത്ത് പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമാണ്. കാരണം ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന സമയത്ത് കണ്ടുപിടിക്കുന്നവർ അതിന്റെ പേറ്റന്റ് എടുക്കാറുണ്ട്. പേറ്റന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഉൽപ്പാദിപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല, അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ലോകത്തിൽ നിന്ന് നിലവിലിരിക്കുന്ന എല്ലാ വൻകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും വലിയ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരുമൊക്കെ തന്നെ ഇത്തരത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിനു ശേഷം ഇതിന്റെ കുത്തക ഞങ്ങൾക്കാണ്, ഇനി മറ്റാർക്കും ഇത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേറ്റന്റ് അവകാശം എടുക്കാറുണ്ട്. പക്ഷെ ജോനസ് സാൽക്ക് അന്ന് ഇതിന്റെ കുത്തക എടുക്കാൻ തയ്യാറായില്ല, പേറ്റന്റ് എടുക്കാൻ തയ്യാറായില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിന്റെ പേറ്റന്റ് എടുക്കാഞ്ഞത്. കാരണം എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ, കോടിക്കണക്കിന് പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നിട്ട് അത് വേണ്ട എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, സൂര്യനെ ആരെങ്കിലും പേറ്റന്റ് എടുക്കാറുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ സൂര്യനും സൂര്യന്റെ പ്രകാശവും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആവശ്യമായത് പോലെ ലാഭത്തിനപ്പുറത്ത് മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അന്ന് ജോനസ് സാൽക്ക് പറഞ്ഞത്. ആദ്യമൊക്കെ ഇത് കുത്തിവയ്പ്പാണെങ്കിൽ പിന്നീട് അത് ഓറൽ വാക്സിനിലേക്കും പോയി. 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും 2 തുള്ളി പോളിയോ തുള്ളിമരുന്ന് നൽകുന്ന പദ്ധതിക്കായി സംസ്ഥാനത്ത് 23,000 ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. തുള്ളിമരുന്ന് സ്വീകരിക്കാനെത്തിയ കുട്ടിക്ക് തുള്ളിമരുന്ന് പകർന്നുകൊണ്ടാണ് മന്ത്രി ജില്ലാതല വിതരണം ഉദ്ഘാടനം ചെയ്തത്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷൈനി അധ്യക്ഷയായി. സന്ദേശ പ്രചരണ പോസ്റ്ററുടെ പ്രകാശനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് താഹ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി വിദ്യ, ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വിവേക് കുമാർ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ആർ ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ രശ്മി ശ്രീനി, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ എ അജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ലൈജു, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ പാർവതി പ്രസാദ്, ഡോക്ടർ സ്മിത NS, ഡോക്ടർ ആരോമ പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള 96,972 കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം ചെയ്യാനാണ് പദ്ധതി. ഇതിനായി 1377 പോളിംഗ് ബൂത്തുകൾ പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. CDNet ന്യൂസ് കായംകുളം.